നമസ്കാരം. മലയാളി കൈപുണ്യത്തിൽ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ചില്ലി ചിക്കനും ചിക്കൻ നൂഡിൽസുമാണ്. ആദ്യം നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 3 കിലോ ബോൺലെസ് ചിക്കനിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, 2 കപ്പ് കോൺഫ്ലവർ, 1 കപ്പ് മൈദ, 50 ഗ്രാം മുളക് പൊടി, ലേശം വിനാഗിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലേശം വെള്ളം കുടഞ്ഞ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി ഒരു ഉരുളിയിൽ എണ്ണയൊഴിച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്യുക. ഇതുപോലെ ബാക്കി ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി കഴിയുമ്പോൾ
അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ക്യാപ്സിക്കവും ഒന്ന് വഴറ്റി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റി രണ്ട് ക്യാബേജ് ലീഫും 2 ബേ ലീഫും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിന്നും ലീഫെല്ലാം മാറ്റിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും സോയാ സോസും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തത് സ്ലറി കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഡ്രൈ ആക്കിയും എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സെമി ഗ്രേവി ആയിട്ടും എടുക്കാം. ഇനി നൂഡിൽസിനായി തിളച്ച വെള്ളത്തിലേക്ക് നൂഡിൽസ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ എണ്ണയും ഒഴിച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ച് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഇനി 10 മുട്ട പൊട്ടിച്ചെടുക്കുക. ഇനി നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഉരുളിയിലേക്ക് മുട്ടയിട്ട് നല്ലതുപോലെ സ്ക്രാമ്പിൾ ചെയ്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാബേജും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്
ഫ്രൈ ചെയ്ത ബോൺലെസ് ചിക്കനും ഇട്ട്, ഇവിടെ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ വെറുതെ വേവിച്ച ചിക്കനും ഇടാം. ഇനി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വൈറ്റ് പെപ്പർ പൗഡറും ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് സോയാ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക.